ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ എല്ലാവരും നമ്മുടെ അഖിൽമാരാരുടെ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ടാവോ വിചാരിക്കുന്ന, മീൻസ് ലൈവ് വീഡിയോ ഓർ പോസ്റ്റഡ് വീഡിയോ വോട്ട ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ അഖിൽമാരാർ തരുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് അവരുടെ സാലറിനെക്കാട്ടും 3 ഇരട്ടി കൂടുതൽ ചില സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് സാലറി, എന്നിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് അവരുടെ ഏഷ്യാനെറ്റിൽ അവരുടെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് സ്വയം ലാഭത്തിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ഒപ്പം പോയി കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അങ്ങനെ ഒരു ചെറുതായി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പം ഏഷ്യാനെറ്റിന്റെ ആ ഒരു ക്രെഡിബിലിറ്റിനെ ചോദ്യം ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഈ കഴിഞ്ഞ സീസണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഫീമെയിൽസിന്റെ ക്രെഡിബിലിറ്റി ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പം അതിൽ കഴിഞ്ഞ പ്രാവശ്യം അവരൊപ്പം ഉണ്ടായിരുന്നത് ആരാ? റനീഷ ഉണ്ടായിരുന്നു, സെറീന ഉണ്ടായിരുന്നു, പിന്നെ ശോഭ ഉണ്ടായിരുന്നു, നാദിറ ഉണ്ടായിരുന്നു, പിന്നെ ആരാ ഫീമെയിൽസ് ഉണ്ടായിരുന്നേ? പിന്നെ ഓക്കെ, ഓർമ്മയില്ല. ഇവരൊക്കെ മെയിനായിട്ട് നമുക്ക് അറിയുന്ന ലൈക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്ന നെയിംസ്. സോ ഇവരുടെയൊക്കെ ക്രെഡിബിലിറ്റി ആണ് അത് ബാധിച്ച് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങളാട്ടോ. ഇനി ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് തോന്നുന്നത് അറിയില്ല. ആൻഡ് അബൌട്ട് ദാറ്റ്, പിന്നെ ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ, മീൻസ് കഴിഞ്ഞ സീസണിൽ പേർലിമണിയുടെ സീസണിൽ പേർലിമണി ആയിരുന്നു വിൻ ചെയ്യാൻ ഏഷ്യാനെറ്റ് വിചാരിച്ചിരുന്നത്. ബട്ട് സാബുവിന് കിട്ടി ചെറിയൊരു വേരിയേഷൻ. മീൻസ് അങ്ങനെ ഒരാളെ ജയിപ്പിക്കണമെന്ന് ഏഷ്യാനെറ്റിനുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിന് ന്യായീകരിക്കുന്നല്ല, എൻ്റെ മൈൻഡിൽ കൂടെ പോയ ചോദ്യങ്ങളാണ്. അങ്ങനെ ഏഷ്യാനെറ്റിന് ജയിപ്പിക്കണമെന്നുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് ഈസി ആയിട്ട് ജയിപ്പിക്കാമല്ലോ. അതുപോലെ തന്നെ അഖിൽമാരാരുടെ കേസിൽ അഖിൽമാരാറിനെ എന്നെ മാക്സിമം പുറത്ത് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്താക്കാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം അഖിൽമാരാറ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോണം എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ചിട്ട് പിന്നെ അഖിൽമാരാറ് മെന്റലി മീൻസ് അല്ല ഇമോഷണലി സ്റ്റേബിൾ ആയതിനു ശേഷം തിരിച്ചു വന്നിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒഴിവാക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇപ്പൊ സിബിനെ ഒഴിവാക്കി എന്ന് പറയുന്ന പോലെ അഖിൽമാരെയും ഒഴിവാക്കാമായിരുന്നു. ഇത് ജസ്റ്റ് എന്റെ തോട്ടാണ്, ഞാൻ ആരെയും ഫേവർ ചെയ്ത് സംസാരിക്കുന്നതല്ല. സോ എന്റെ മൈൻഡിൽ കൂടെ പോയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് ലൈക്ക് എൻ്റെ ഇതിൽ തന്നെ നല്ല ഫീമെയിൽ പാർട്ടിസിപ്പൻസിനുള്ള ക്രെഡിബിലിറ്റിയാണ് ബിഗ് ബോസ് എന്ന ഷോയിലുള്ളത്. അപ്പം എനിക്ക് തോന്നിയത് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം.